ഒരു എഫക്റ്റീവ് റെമഡി ഞാൻ പറഞ്ഞു തരാം. അതായത് ഗുഡൂജി, അതായത് ചിറ്റമൃത്, ഇഞ്ചി, അതുപോലെ തന്നെ കടുകി, എഷ്ടിമധു അഥവാ ഇരട്ടിമധുരം, പിന്നെ തേന്, ഈ 4 കൂടി നമ്മൾക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരും. അതായത് ജിഞ്ചർ ആണെങ്കിലും കടുകി ആണെങ്കിലും എഷ്ടിമധു ആണെങ്കിലും നമ്മൾക്ക് 10 ഗ്രാം വീതം എടുക്കാം. ഈക്വലായിട്ട് എടുത്ത് മിക്സ് ചെയ്തിട്ട് അത് മിക്സ് ആവേണ്ട രീതിയിലുള്ള തേനും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ബോളസ് പോലെ ആവുമല്ലോ അല്ലേ, ഒരു ഹൽവ പോലെ ആവും. അതൊന്ന് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് നമ്മൾക്ക് 1-2 മാസം വരെ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ അകത്തുനിന്ന് എപ്പോഴും ഒരു 1 അല്ലെങ്കിൽ 2 ഗ്രാം എടുത്തിട്ട് ദിവസം ഡെയിലി ഒരു 15 ദിവസം കണ്ടിന്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ ഡെയിലി മോർണിംഗും ഈവനിങ്ങും ഭക്ഷണത്തിന് ശേഷം 1 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് എടുത്ത് കഴിക്കാവുന്നതാണ്. തിളപ്പിച്ചാറ്റിയ വെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം ഇതിന് ശേഷം നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം എഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. എന്നാലും ഒന്ന് നിങ്ങളുടെ ഡോക്ടറിനോട് ഡിസ്കസ് ചെയ്തിട്ട് മാത്രം നിങ്ങളത് കഴിക്കാം. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻ്റ് ആണ്, ആൻറ്റി ആർത്രൈറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്, ലിവറിന് നല്ലതാണ്, നമ്മുടെ എൻസൈംസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ നല്ലതാണ് എന്നിങ്ങനെ ഒത്തിരി ബെനിഫിറ്റ്സിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലെ എൻസൈം ലെവൽസ് പ്രത്യേകിച്ച് നമ്മുടെ ഡൈജഷനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടാണ് ആയുർവേദം നോക്കിക്കാണുന്നത്. അത് കറക്റ്റ് ആവുന്നതോട് കൂടിയിട്ട് നമ്മൾ അനുഭവിക്കുന്ന പലതരത്തിലുള്ള സന്ധിവേദന, അതായത് ജോയിൻറ്റ് പെയിൻ ആയാലും ഇൻഫ്ലമേഷൻ ആണെങ്കിൽ, നീർക്കെട്ടാണെങ്കിലും റെഡ്നെസ് ആണെങ്കിലും കുത്തിപ്പറിക്കുന്ന വേദന ആയാലും എല്ലാം നമ്മൾക്ക് നല്ല രീതിയിൽ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ചോറായാലും വീറ്റ് ആയാലും മിനിമം ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ കഴിക്കുക. അതുപോലെ വെള്ളരിക്ക, കുമ്പളങ്ങ അതൊക്കെ വളരെ എഫക്റ്റീവാണ്. പിന്നെ കൈപ്പക്ക വളരെ നല്ലതാണ്. ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് മാക്സിമം നിങ്ങളൊന്ന് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. പകലുറക്കം അത്ര തന്നെ നല്ലതല്ല. അത് ഏതൊരു കണ്ടീഷൻ ആണെങ്കിലും പകലുറക്കവും അതുപോലെ രാത്രി വൈകി ഉറങ്ങുന്ന ഒരു കാര്യം നിങ്ങൾ ശീലിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്ത് വളരെയധികം ആക്റ്റീവ് ആവാൻ ശ്രമിക്കുക. ജോയിൻറ്റ് പെയിനും കാര്യങ്ങളൊക്കെ ഒന്ന് അവിടെ മാറ്റി വെച്ചിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മാറ്റങ്ങളിലേക്കാണ്. തൈര് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ ഈ കറുത്ത ഉഴുന്നുണ്ടല്ലോ, കറുത്ത തവിടോട് കൂടിയിട്ടുള്ള ഉഴുന്ന് മാക്സിമം അവോയ്ഡ് ചെയ്യുക. മുതിര അവോയ്ഡ് ചെയ്യാം. കോളിഫ്ലവർ, നേരത്തെ പറഞ്ഞ പോലെ ചീര, പയർ കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങളൊന്ന് കുറച്ച് കൊണ്ടുവരുന്നതും അവോയ്ഡ് ചെയ്യുന്നതും വളരെയധികം നല്ലതായിരിക്കും. പഞ്ചകർമ്മ വളരെ എഫക്റ്റീവാണ്. ഓരോ കണ്ടീഷനനുസരിച്ചിട്ട് നമ്മൾ ഡോക്ടേഴ്സ് ഏതാണോ പഞ്ചകർമ്മ കൊടുക്കേണ്ടത്, പ്രത്യേകിച്ച് വിരേചനം, വസ്തി പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ കൂടുതലും ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് നമ്മൾ കൊടുക്കാറുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള മരുന്നും കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്ത് നല്ലൊരു ഡീടോക്സും ചെയ്യാവുന്നതാണ്. നമ്മുടെ അഷ്ടാംഗ സംഗ്രഹ ചികിത്സാ സ്ഥാനത്ത് പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ്, ഒരു ട്രീറ്റ്മെൻ്റ് ആണത്. അതായത് ദശമൂലം ഉണ്ടല്ലോ, ദശമൂല ക്വാത ചൂർണമൊക്കെ നമുക്ക് മാർക്കറ്റിൽ കിട്ടും, അതായത് ആയുർവേദ കടകളിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ദശമൂലം, അതായത് ഈ ദശമൂല ക്വാത ചൂർണം ആയിക്കോട്ടെ, അതൊന്ന് പാലിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ചെറുതായിട്ട് കുറുകി വരുന്ന സമയത്ത് അത് നമ്മളുടെ പെയിൻഫുൾ ആയിട്ടുള്ള, പ്രത്യേകിച്ച് കാലിൻ്റെ നമ്മുടെ തള്ള വിരലൊക്കെ ഉണ്ടല്ലോ, ബാക്കി ജോയിൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ഒഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ വേദന കുറയ്ക്കാൻ അത് വളരെയധികം എഫക്റ്റീവാണ്. ഏതൊരു ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഏതൊരു മെഡിസിൻസോ ആണെങ്കിലും നിങ്ങളുടെ കണ്ടീഷൻ അത് പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഡോക്ടർക്ക് മാത്രമേ അത് പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഹരിതകി കഷായം, കടുക്ക കഷായം നമ്മൾക്ക് നെയ്യിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതായത് ഘൃതഭർജിതം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് വാട്ടി, അതായത് ഗീയിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് അത് നമ്മൾക്ക് കഴിക്കാവുന്നതാണ്. കഴിച്ചതിന് ശേഷം നമുക്ക് 1 ഗ്ലാസ് ശുദ്ധമായിട്ടുള്ള ഇളം ചൂട് പശുവും പാലും കുടിക്കാവുന്നതാണ്. ഇത് വളരെ എഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. ഓരോ പേഷ്യൻസിനും നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ഡോക്ടറിനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ഓരോ മരുന്നും സ്വീകരിക്കേണ്ടതാണ്. ഒരിക്കലും ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് അത് നിങ്ങൾ ഉടനെ തന്നെ ചെയ്യാൻ പോകരുത്. കാരണം അത് നിങ്ങൾക്ക് പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് ചോദിക്കാം, അതെനിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സിംറ്റംസ് കുറയുമോ, എൻ്റെ പ്രകൃതിയായിട്ട് അത് യോജിക്കുകയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങളത് സ്വീകരിക്കേണ്ടതാണ്. വെയിറ്റ് നമ്മൾക്ക് പെട്ടെന്നൊന്നും അങ്ങനെ കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഗ്രാജുവൽ ആയിട്ട് നിങ്ങൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിശീലിക്കുക. ഞാൻ ഒത്തിരി വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതൊന്ന് റെഫർ ചെയ്യാവുന്നതാണ്. കഴിക്കുന്ന ആഹാരം മിതമായ അളവിൽ നിങ്ങൾ കഴിക്കുന്നത് ശ്രദ്ധിക്കുക. ബാക്കി നേരത്തെ പറഞ്ഞിട്ടുള്ള അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാം. പ്യൂറിൻ ലോ ആയിട്ടുള്ള ഫുഡ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് കോളിഫ്ലവർ, സ്പിനാച്ച്, ലെഗ്യൂംസ് ആയിട്ടുള്ള ഈ ബീൻസ്, പീസ്, പയർ, മുളപ്പിച്ച പയർ,
ആൽക്കഹോൾ, ബീർ, പിന്നെ അതുപോലെ തന്നെ റെഡ് മീറ്റ്, അതായത് ചിക്കനും മട്ടനും ബീഫും പിന്നെ പന്നി, ഇതൊക്കെ മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കാം. ആപ്പിൾ സിഡർ വിനേഗർ എല്ലാവർക്കും കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് പറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഓരോ ആൾക്കാരുടെ കണ്ടീഷൻ ഡിഫറെൻ്റ് ആണ്. അസിഡിറ്റി, ഗ്യാസ്ട്രിക്, ബ്ലോട്ടിങ്, അൾസർ പോലുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആപ്പിൾ സിഡർ വിനേഗർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. പൊതുവെ പറയുന്ന ഡോസ് എന്ന് പറയുന്നത് ഒരു 2 ചെറിയ ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനേഗർ ഒരു വലിയ ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് അത് രാവിലെ വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ്. പക്ഷെ എന്നാൽ തന്നെ നിങ്ങൾ ഡോക്ടറോട് ചോദിക്കുക അത് എംപ്റ്റി സ്റ്റമക്കിൽ കഴിക്കണോ, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം 2 മണിക്കൂറിന് ശേഷം കഴിക്കണോ, അല്ലെങ്കിൽ അത് കഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് മാത്രം നിങ്ങൾക്ക് അത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതായത് ചെറുപുളിയോട് കൂടിയിട്ടുള്ള ലെമൺ, ഓറഞ്ച്, മൂസമ്പി ഒക്കെ നല്ലതാണ്. ഡിന്നർ എപ്പോഴും നമ്മൾ കിടക്കുന്നതിന് ഒരു 2 അല്ലെങ്കിൽ 3 മണിക്കൂറോ മുന്നേ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അസിഡിറ്റി, ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒക്കെ ഉള്ള പേഷ്യൻസ് അല്ലെങ്കിൽ കണ്ടീഷനുള്ള ആൾക്കാരിൽ ഏറ്റവും നല്ലത് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്നതിനേക്കാളും നല്ലത് ഭക്ഷണം ഒരു 3 മണിക്കൂറെങ്കിലും മുന്നേ കഴിക്കുക. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ മൈൽഡായിട്ടൊന്ന് നടക്കുക, അല്ലെങ്കിൽ ഒരു 100 സ്റ്റെപ്പ് മിനിമം നടക്കുക. പിന്നെ അതുപോലെ തന്നെ വജ്രാസനത്തിൽ ഇരിക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക. ബോഡീനെ എപ്പോഴും ലൈറ്റായിട്ട് എക്സസൈസ് ആയിട്ടുള്ള ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യാതെ ബോഡീനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുവരാം. രാവിലെ എണീറ്റതിന് ശേഷം ഒരു ഗ്ലാസ് ചൂടുവെള്ളം മലാസനത്തിൽ ഇരുന്ന് കുടിക്കാൻ ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്യാറുണ്ട്. ബേസിക്കലി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാണ് കൂടുതലും ഞാൻ വീഡിയോസിൽ പറഞ്ഞു തരാറുള്ളത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെയാണ് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രെയിൻ ഫുഡാണ്. അപ്പം എന്ത് കഴിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ വെജിറ്റബിൾസ് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. പയറ് പോലുള്ള പയറ് വർഗ്ഗങ്ങൾ, ബാക്കിയുള്ള പൾസസ് കാര്യങ്ങളൊന്നും നിയന്ത്രിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഈ യൂറിക് ആസിഡ് കണ്ടീഷനിൽ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അത് കഴിഞ്ഞിട്ട് ഒരു 1.5 അവറൊക്കെ കഴിഞ്ഞാൽ നമ്മൾക്ക് സാലഡ്സ് ആയിട്ടുള്ള കുക്കുംബറോ ക്യാരറ്റോ ഒക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കട്ടാക്കി സ്ലൈസസ് ആയിട്ട് കഴിക്കാവുന്നതാണ്. ലഞ്ച് കഴിക്കുമ്പോഴും ഞാൻ പറഞ്ഞ തവിടോട് കൂടിയിട്ടുള്ള ധാന്യങ്ങളായാലും അരി ആയാലും ചോറ് വെച്ച് ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ കൂടുതൽ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് ഒക്കെ നമ്മൾക്ക് കഴിക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ടും പിന്നീട് ഒരു 3 hours അല്ലെങ്കിൽ 2.5 hours കഴിഞ്ഞാലും വീണ്ടും നിങ്ങൾക്ക് സാലഡ്സ് കഴിക്കാം. ചോറ് കഴിക്കുന്നതിന് മുൻപും കുറച്ച് സാലഡ്സ് കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. പിന്നെ കൂടുതലും കോഫി, ടീ ഇൻടേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലിമിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് യൂറിക് ആസിഡ് എന്ന് മാത്രമല്ല, അത് ഏതൊരു കണ്ടീഷൻ ആണെങ്കിലും അങ്ങനെയാണെന്ന് മാത്രം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങളും ആയുർവേദ മരുന്നുകളും ട്രീറ്റ്മെൻറ്റ്സും കുറച്ച് കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കി മനസ്സിലാക്കി തന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നൽകാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. സോ അടുത്തൊരു ദിവസം കാണുന്നത് വരെ നന്ദി, നമസ്കാരം.